വളരെ യാദൃശ്ചികമായി കണ്ട ഒരു കുറിപ്പാണ്. വളരെ അർത്ഥവത്തായ കുറിപ്പാണെന്ന് തോന്നുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് വർത്തമാനം പറഞ്ഞു കരുതാം. ഇവിടെ യുദ്ധം നടക്കുന്നുണ്ട്, മറ്റു പലതും നടക്കുന്നുണ്ട്. തൽക്കാലത്തേക്ക് നമുക്ക് അതൊക്കെ മാറ്റി വെക്കാം. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിർത്താനും പറ്റൂല, ഒന്നും പറ്റൂല. അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയാം എന്ന് മാത്രമല്ലേ ഉള്ളൂ. ആ കുറിപ്പ് ഇങ്ങനെയാണ്: നമ്മൾ ആണുങ്ങൾ ജോലി ചെയ്ത് കാശുണ്ടാക്കും. വളരെ ബുദ്ധിമുട്ടി പല പല ജോലികൾ, കടൽ കടന്ന് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നു. ഇപ്പൊ പ്രവാസ ലോകമൊക്കെ അങ്ങനെ ഉണ്ടാകുന്നത്. പ്രവാസികളിൽ ബഹുഭൂരിപക്ഷവും ആണുങ്ങളാണ്. ജോലി ചെയ്യുന്നത് ബഹുഭൂരിപക്ഷം ആണുങ്ങളാണ്. അങ്ങനെ ജോലി ചെയ്യുന്ന മുഴുവൻ പുരുഷന്മാരുടെയും മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് തൻ്റെ ഭാര്യ, തൻ്റെ മക്കൾ, അവരേറ്റവും അധികം സന്തോഷിക്കണം, സംതൃപ്തിപ്പെടണം, അവരുമൊത്ത് ഏറ്റവും നല്ല ജീവിതം, സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം, വാർദ്ധക്യകാലത്ത് മക്കളുമായി ചേർന്നുകൊണ്ടുള്ള നല്ലൊരു സന്തോഷകരമായ ഒരു വാർദ്ധക്യം, ബാല്യത്തിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ വാർദ്ധക്യത്തിലും കഴിയണമെന്നൊരു ആഗ്രഹം. അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ മലയാളികൾ കാശുണ്ടാക്കുന്നത്. ആണുങ്ങളുടെ കാര്യമാണ് പറയുന്നത്. കാശുണ്ടാക്കി ഇങ്ങനെ ചെയ്യുന്നത്. വിദേശീയരുടെ കാര്യമല്ല കേട്ടോ. അവിടെ 18 വയസ്സ് കഴിയുമ്പോൾ പിള്ളേർമാരെ തട്ടിയിറക്കി വണ്ടി വിട്ടോ എന്ന് പറയുന്ന ഒരു ഇതാണ്. നമ്മൾ അങ്ങനെ അല്ലല്ലോ. നമ്മൾ കൂട്ടുകുടുംബം ഒക്കെ അല്ലേ, അങ്ങനെയല്ലേ. അപ്പൊ അതുകൊണ്ട് ആണുങ്ങൾ ഒരുപാട് സമ്പാദിക്കുന്നു. സമ്പാദിച്ചിട്ട് അല്ലെങ്കിൽ പരമാവധി സമ്പാദിക്കുന്നു, അവരെ കൊണ്ട് ഒക്കുന്നത് ചെയ്യുന്നു. പെണ്ണുങ്ങൾക്ക് കൊടുത്ത് സന്തോഷത്തോടെ, അവരോടൊപ്പം സന്തോഷത്തോടെ സുഖമായിട്ട് കഴിഞ്ഞു പോകുന്നു. അതായത് അതിനു വേണ്ടിയാണ് ഒരാണ് അധ്വാനിക്കുന്നത് എന്ന്. ഇനി ആ സ്ഥാനത്ത് സ്ത്രീകളാണ് അധ്വാനിക്കുന്നതെങ്കിൽ സ്ത്രീകൾ പണിയെടുത്ത് കാശ് കൊണ്ടുവരികയാണ്. ഭർത്താവ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ജോലിയില്ല, വെറുതെ വീട്ടിലിരിക്കുകയാണ്, കുട്ടികളെ നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു, അങ്ങനെ വീട്ടിലിരിക്കുകയാണ്. ചിലപ്പോൾ ഭാര്യ ചെയ്യുന്ന പണികളൊക്കെ, അടുക്കള പണികളൊക്കെ ഭാര്യ എത്തുമ്പോഴേക്കും ഭക്ഷണം ഉണ്ടാക്കലും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെ ഉള്ള ഏതാനും ചിലർ. എന്നാൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്. രണ്ടായാലും ഭാര്യ ജോലിക്ക് പോയി കഴിഞ്ഞാൽ, അവർക്ക് നല്ല വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ പൊതുവായി പറയുന്നത് അവൾക്ക് പിന്നെ ഭർത്താവിൻ്റെ ഒരു ആവശ്യമില്ല, സ്വന്തം കാലിൽ സ്വന്തമായി ഞാനായി, ഞങ്ങളുടെ പാടായി, ഞങ്ങളുടെ മക്കളായി എന്ന നിലയിൽ ജീവിക്കാൻ അവൾ ഇറങ്ങിത്തിരിക്കുന്നു. അതായത് പുരുഷൻ അധ്വാനിക്കുന്നത് അവനും അവന്റെ ഭാര്യയും അവന്റെ മക്കളും ചേർന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ, അങ്ങനെ ഒരു സങ്കല്പിച്ചുകൊണ്ട് പണിയെടുക്കുന്നു. പക്ഷെ ഭാര്യ, ആ പെണ്ണ് പണിയെടുത്തു കഴിഞ്ഞാൽ, ജോലി ചെയ്ത് കാശുണ്ടായി കഴിഞ്ഞാൽ അവൾ സ്വന്തം കാലിൽ നിൽക്കണം. ആരെയും കാലിൽ നിൽക്കേണ്ട ആവശ്യമില്ല, ആരെയും താങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനായി, എന്റെ പാടായി എന്നൊരൊറ്റ പോക്കങ്ങോട്ട് പോകും എന്നാണ് പറയുന്നത്. Different angles. Don't forget to subscribe and support this channel.